ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളിന്നൊന്ന് പുറത്തു പോകാനായിട്ട് നിൽക്കുകയാണ്. കണ്ട ഒരു കുട്ടീനെ കണ്ട, അവൻ വീഡിയോയ്ക്ക് പോസ് ചെയ്യില്ല, ഭയങ്കര ഷൈയാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കാരണം വെച്ചാൽ നാളെ മോൻ ഒരു സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഒരു വാട്ടർ തീം പാർക്കിലേക്കാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് എൻ്റെ ടീഷർട്ട്, ട്രാക്ക് പാൻറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. തലയിൽ വെള്ളം കയറാതിരിക്കാനുള്ള ക്യാപ്പ്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മദീന മാൾ വരെ ഒന്ന് പോവാണ് കേട്ടോ. സത്യം പറയാലോ, എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് ഞാനും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചമ്മലൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സ്പ്ലോർ ചെയ്യാൻ മീൻസ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചമ്മലൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയുള്ള കാലത്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആരും വേദനിപ്പിക്കാതെ ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇവിടെ പോകാമെന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഓരോന്ന് ചെയ്തിരുന്നത് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള മദീന മാളാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് പറയില്ലേ, അത് അങ്ങനെ ഉള്ളൊരു മാളാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സും ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ കാരിഫോറിൻ്റെ മാക്സ് ഉണ്ട്, കർണാടക കടയുണ്ട്, പിന്നെ കുറേ എന്താ പറയുക പെർഫ്യൂംസിൻ്റെ കടകളുണ്ട്, വാച്ച് കടകളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അത്ര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ മദീന മാള്. നമ്മൾ ആദ്യം കയറുന്നത് കർണാടകയിലാണ്. അപ്പോൾ മോൻ നാളെ ഒരു വാട്ടർ തീം പാർക്കിൽ പോണ കാരണം അവന് പവർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണട തെറിച്ചു പോകാതിരിക്കാനുള്ള ഒരു സാധനം തലയിൽ വെക്കാനുള്ളൊരു ബാൻഡ് വാങ്ങിക്കാൻ കൂടിയിട്ടാണ് അതിനകത്ത് കയറിയത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് അവന് ആവശ്യമുള്ള ഡ്രസ്സും വാങ്ങിച്ചു. പിന്നെ ചെരുപ്പിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മളിനി നടന്നു പോകുന്നത് കാരിഫോറിലേക്കാണ് കേട്ടോ. കാരിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലുള്ള കാരിഫോറിലെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ ഫോറിനേഴ്സിനായാലും ഇന്ത്യൻസിനായാലും ഒക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഈ മദീന മാളിലുള്ള കാരിഫോറിലെ എല്ലാ സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. കുറച്ച് ലിമിറ്റഡ് എഡിഷൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് എന്തായാലും ഒരു ഷാമ്പു വാങ്ങണം, പിന്നെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് വാങ്ങണം. അപ്പം ഞാൻ അവിടെ പോയി അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബില്ല് ചെയ്തത് മുഴുവൻ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബില്ലിംഗ് സെക്ഷനിലായിരുന്നു. നമ്മുടെ ബാർകോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങാറ്. ഇതിപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് പോണ വഴിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനില്ല. അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണവും കഴിക്കണം കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോൻ്റെ ഞാനൊരു ചെറിയ ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ കഴിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് കുറച്ച് ക്ലിപ്പും എനിക്ക് തലയിലിടാനുള്ള ക്ലിപ്പും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് നെക്സ്റ്റ് പോണേ കേട്ടോ. ഷോർട്സ് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ ഈ ലിഫ്റ്റിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചുണ്ടിങ്ങനെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പേടി പോലെ വരില്ലേ, അതായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്സ് കണ്ടപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കമന്റ് ചെയ്യുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഗ്രേറ്റ് ഫുഡിലാണ് കേട്ടോ പോകേണ്ടത്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. അപ്പം മോൻ മിക്സഡ് നൂഡിൽസ് ആണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾ വാങ്ങിച്ചത് കപ്പയും പിന്നെ ഒരു ചിക്കൻ ഇത് വെച്ച് ചെയ്തിട്ടുള്ളത്, ഗ്രില്ല് ചെയ്ത ചിക്കനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ, ടേസ്റ്റ് ചെയ്തുള്ളൂ. എനിക്ക് കപ്പ അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വയറ് ഭയങ്കര അസ്വസ്ഥയാവാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിച്ചത് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.